അല്പം ആശ്വാസത്തിനായി മനുഷ്യർ ഓടുന്ന ഓട്ടം നാം എല്ലായിടത്തും കാണുന്നു. അതിനായി മനുഷ്യൻ പല വിധത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നു. ഒട്ടുമുക്കാലും ഈ മാർഗങ്ങളൊക്കെ അവനെ കൂടുതൽ കുരുക്കിൽ മാത്രമാണ് കൊണ്ടെത്തിക്കുന്നത്. അത് ആശ്വാസത്തിന് പകരം അരാജകത്വം ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് താനും. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും അവരുടെ ജീവിതങ്ങൾ അർത്ഥസമ്പുഷ്ടമാക്കുവാനും സാധിച്ച ഒരു മഹൽ വ്യക്തിയുടെ ചരിത്രമാകുന്നു നാം ഇന്നു മുതൽ പഠിക്കുവാൻ ആരംഭിക്കുന്നത്. വിശുദ്ധ പൗലോസ്. അവൻ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ അതിൽ തൻ്റെ അനുഭവ കഥ പറയുകയാണ്. ഈ ലേഖനത്തെ ആശ്വാസലേഖനം എന്ന് വിളിക്കുവാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം വിശ്വാസികളുടെ തെറ്റുകൾ തിരുത്തുവാനും ശരിയായ വഴികളിൽ അവരെ നയിക്കുവാനും അവൻ ശ്രദ്ധിച്ച് എഴുതിയതായിരുന്നു. ഇപ്പോൾ ഈ 2-ാം ലേഖനം അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് ആത്മീയ വർധന വരുത്തുന്നതിന് സഹായമാകും വിധം അവൻ എഴുതി. നമുക്ക് അത് ഇന്നു മുതൽ ഒരുമിച്ച് പഠിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എടുത്താട്ട് അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പൗലോസ് ആകുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം പൗലോസ് എഫെസോസിൽ വെച്ചാണ് എഴുതിയത്. അവിടെ അവൻ വലിയൊരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ എഴുതി, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട് എന്ന്. 1 കൊരിന്ത്യർ 16:9 നാം അത് വായിക്കുന്നു. ഏഷ്യ മൈനറിൽ പൗലോസിന് തൻ്റെ മഹത്തായ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. എഫെസോസിൽ എല്ലാ അവസരങ്ങളും അവന് ലഭിച്ചു. ചരിത്രത്തിൽ മറ്റേതൊരു സമയത്ത് ഏതൊരു സ്ഥലത്തും സുവിശേഷം പരന്നതിനേക്കാളും ഭംഗിയായി ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന്. ആ ഫലപ്രദമായ വേല കാരണം അവിടം വിട്ട് കൊരിന്തിലേക്ക് പോകുവാൻ പൗലോസിന് സാധിച്ചില്ല. കൊരിന്തിൽ ശിശുപ്രായത്തിലുള്ള സഭ ഉണ്ടായിരുന്നു. അതെ, പൗലോസ് സ്ഥാപിച്ചതായ സഭ. ആ സഭയിൽ ജഡീകരായ വിശ്വാസികളായിരുന്നു കൂടുതലും. അവർ ശിശുക്കളെപ്പോലെ പ്രവർത്തിച്ചു. പൗലോസ് അവിടേക്ക് വരണം എന്നവർ ആഗ്രഹിച്ചു. കാരണം അവർക്ക് അവൻ്റെ ശ്രദ്ധ ആവശ്യമായിരുന്നു. അവർക്ക് ആഹാരവും ആവശ്യമായിരുന്നു. മാത്രമല്ല, മുഷിഞ്ഞ ആ വസ്ത്രങ്ങളൊന്ന് മാറണമായിരുന്നു. ധരിച്ചിരുന്ന വസ്ത്രം മുഴുവൻ നനച്ചിരുന്നു എന്ന് പറഞ്ഞാലും സാരമില്ല. അവർ ശിശുക്കൾ കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പൗലോസിന് വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ ആകെ മുഷിഞ്ഞു. പരിഭവത്തോടെ അവർ ഇപ്പോൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് തൻ്റെ ആദ്യത്തെ കത്തെഴുതിയിട്ട് പറഞ്ഞു താൻ പിന്നീട് വരുന്നതാണ് എന്ന്. ഏകദേശം 3 വർഷത്തോളം പൗലോസ് എഫെസോസിൽ താമസിച്ചു. അവൻ കൊരിന്തിൽ എത്തിയില്ല. തന്മൂലം കൊരിന്ത്യർ ഇപ്പോഴും അസ്വസ്ഥരായി കഴിയുകയാണ്. പൗലോസിന് ആ സമയത്ത് വ്യക്തിപരമായി അവിടെ പോകുവാൻ സാധിക്കാഞ്ഞതിനാൽ അവൻ തീത്തോസിനെ കൊരിന്തിലേക്ക് അയച്ചു. എഫെസോസിൽ പൗലോസിനോടൊപ്പം തിമത്തിയോസും ഉണ്ടായിരുന്നു. ഇവർ രണ്ടും എഫെസോസിൽ നിന്നും തിരിച്ച് ത്രോവാസിൽ വന്ന് തീത്തോസിനു വേണ്ടി കാത്തിരുന്നു. കൊരിന്തിൽ നിന്നുള്ള വാർത്തയുമായി തീത്തോസ് അവിടെ വരുമെന്ന് അവർ കാത്തിരുന്നു. തീത്തോസ് വരാതായപ്പോൾ പൗലോസും തിമത്തിയോസും ഫിലിപ്പിയിലേക്ക് പോവുകയുണ്ടായി. അവിടെയാണ് തീത്തോസ് അവരെ കണ്ടുമുട്ടിയത്. എന്നിട്ട് കൊരിന്തിലെ വിശേഷങ്ങൾ അവരെ അവിടെ വെച്ച് അറിയിച്ചു. അവൻ കൊരിന്തിൽ നിന്നും നല്ല വാർത്തയാണ് കൊണ്ടുവന്നത്. അതായത് തൻ്റെ ആദ്യത്തെ കത്തിൽ കൊരിന്ത്യരോട് പൗലോസ് ആജ്ഞാപിച്ച കാര്യങ്ങൾ അവർ അനുസരിക്കുന്നു എന്നാണ് തീത്തോസ് വന്ന് പറഞ്ഞത്. എത്ര പ്രോത്സാഹജനകമായ റിപ്പോർട്ടില്ലേ? അതെ, ദൈവവചനം അനുസരിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് പ്രോത്സാഹജനകം തന്നെയായിരിക്കും. ഫിലിപ്പിയയിലിരുന്നാണ് പൗലോസ് ഈ 2-ാമത്തെ ലേഖനം എഴുതുന്നത്. ഈ ഉന്നതനായ അപ്പോസ്തോലൻ തങ്ങളുടെ അടുത്ത് വരണമെന്ന് കൊരിന്ത്യർ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. എത്ര നല്ല ആഗ്രഹം! പൗലോസ് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പൗലോസും കൊരിന്ത്യ സഭയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവർക്ക് അന്യോന്യം ഒരു ബുദ്ധിമുട്ടുമില്ല.
ഈ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യത്യസ്തമായൊരു വിധത്തിൽ തൻ്റെ ഹൃദയം തുറക്കുകയാണ്. കുറെ കൂടി തുറന്നു പറഞ്ഞാൽ മറ്റേതൊരു ലേഖനത്തിലും നമുക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ പൗലോസിനെ അടുത്തറിയുവാൻ സാധിക്കും ഇവിടെ. അതെ, അടുത്ത ഒരു ബന്ധം. കൊരിന്ത്യ ലേഖനം, ഈ രണ്ടാമത്തെ ലേഖനം സഭയ്ക്കുള്ളിലെ ശുശ്രൂഷയുടെ വ്യവസ്ഥയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ ലേഖനം ഓർക്കുന്നല്ലോ, സഭയിലെ വ്യവസ്ഥകളും തിരുത്തലുകളുമായിരുന്നു അവിടെ കൈകാര്യം ചെയ്തിരുന്നത്. ഇവിടെ സഭയ്ക്കുള്ളിലെ പ്രശ്നമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ വളരെയധികം ക്രമീകൃതമല്ലാത്ത ഒന്നാണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം. സാധാരണ വളരെ ക്രമീകൃതമായിട്ടാണ് പൗലോസ് ഓരോ ലേഖനങ്ങളും എഴുതാറുള്ളത്. റോമാലേഖനം തന്നെ നോക്കിക്കേ, നമുക്ക് അതിൻ്റെ ആ വിഷയവിഭജനം വളരെ വ്യക്തമായി ഓർത്തിരിക്കുവാൻ സാധിക്കും. ഗലാത്യ ലേഖനം അതുപോലെയാണ്, ഫിലിപ്പി ലേഖനം, എല്ലാ ലേഖനങ്ങളും. എന്നാൽ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പരാമർശം ഈ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലുണ്ട്. എല്ലാ അധ്യായങ്ങളിലും താരതമ്യേന അപ്രധാനമായ ഒരു വിഷയം കാണും. അത് പ്രധാന വിഷയത്തെ അഥവാ ആശയത്തെ കവരുന്നതായി ചില സ്ഥലങ്ങളിൽ തോന്നുക കൂടെ ചെയ്യും. എങ്കിലും ഈ ലേഖനത്തെ ചെറുതായി ഒന്ന് വിഭജിച്ചാൽ ആശ്വാസദായകനായ ദൈവത്തെക്കുറിച്ചാണ് ആദ്യത്തെ 7 അധ്യായങ്ങളിൽ പറയുന്നത്. 8-9 അധ്യായങ്ങളിൽ യെരുശലേമിലുള്ള സാധുക്കളായ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തെക്കുറിച്ച് നാം വായിക്കുന്നു. പിന്നെ 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്നതാണ് വിഷയം. നമുക്ക് ഇന്ന് 1-ാം അധ്യായം ഒന്ന് പഠിക്കാം. 1-ാം അധ്യായത്തിൽ അതിലെ വിഷയം ജീവിത ബാന്ധാവിൽ ദൈവിക ആശ്വാസം. നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമായ ഒരു ചിന്തയില്ലേ? ഈ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ തന്നെ ഒരു മുഖവുരയാണ്. പിന്നാലെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞതായ ആ വിഷയത്തിൻ്റെ വിശദീകരണവും, അതായത് ജീവിതത്തിൽ ദൈവിക ആശ്വാസം പ്രാപിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള വഴികൾ. ഞാൻ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ലേഖനത്തിൻ്റെ തുടക്കം ശ്രദ്ധിക്കൂ. പൗലോസ് ആധികാരികമായി സംസാരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ ആധികാരികമായി തന്നെ അത് നിർവഹിക്കണം. താൻ പറയുന്നതിൻ്റെ വിശ്വാസ്യത തനിക്ക് തന്നെ ഉറപ്പും നിശ്ചയവും ഇല്ലെങ്കിൽ പറയാതിരിക്കാൻ ഉത്തമമില്ലേ? ഇന്നത്തെ സഭകളിൽ ശുശ്രൂഷിക്കുന്ന പലർക്കും ഇതൊരു വലിയ പ്രശ്നമാണ്. ദൈവവചനമായി രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് മുഴുവനും ശരിയാണെന്ന് ബോധ്യമില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. തന്മൂലം അവരുടെ പ്രസംഗങ്ങളിലൊക്കെ ഇത് പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് വിശ്വസിക്കുവാൻ സാധിക്കുന്നുമില്ല. ആദ്യ നൂറ്റാണ്ടിൽ പീഡനകാലത്ത് വിശ്വാസികൾ തറപ്പിച്ചു പറയുമായിരുന്നു, കർത്താവേ, നീ തന്നെ ഞങ്ങളുടെ ദൈവം. നാം ആരാധിക്കുന്ന കർത്താവ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വാസമില്ലെങ്കിൽ ആരാധന നിരർത്ഥകമാകും. ദൈവവചനത്തിൽ മാത്രം ഊന്നാൻ കഴിയണം, മാറ്റമില്ലാത്ത വചനം. ഈ അധികാരത്തോടെ പൗലോസ് എഴുതുന്നത് നാം കാണുന്നു. പൗലോസ് അപ്പോസ്തലനായത് ദൈവേഷ്ടത്താൽ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവേഷ്ടത്താൽ ഈ സ്ഥാനം ലഭിച്ചവൻ ആധികാരികമായി സംസാരിക്കും, ഇല്ലേ? താങ്കൾ ആയിരിക്കുന്നത് ദൈവേഷ്ടത്താലാകുന്നുവെങ്കിൽ താങ്കളുടെ മനസ്സിൽ ഒരു സംശയവും വരില്ല. താങ്കളായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചോ സ്ഥാനത്തെക്കുറിച്ചോ ഒന്നും ഒരു സംശയവും ഉണ്ടാകില്ല. ചിലപ്പോൾ താങ്കൾ ആശുപത്രിയിലായിരിക്കും. അതാണ് ദൈവഹിതമെങ്കിൽ അതുതന്നെ ശരിയായ സ്ഥാനം. അതെ, സംഗീതാധ്യാപകനായ ഒരു സ്നേഹിതൻ എനിക്കുണ്ട്. സാധാരണയായി അദ്ദേഹം ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നത് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടാണ്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ആരംഭിച്ചു, നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നതിനേക്കാൾ ഭേദം ആശുപത്രി കിടക്കുകളിൽ അല്ലേ നല്ലത്? അതെ, നാം എവിടെയായിരുന്നാലും ദൈവവചനം നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ്, ആശ്വസിപ്പിക്കുന്നതാണ്. അത് ദൈവഹിതപ്രകാരമാകുന്നു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. 1-ാം വാക്യത്തിൽ സഹോദരനായ തിമോത്തിയോസ് എന്ന പ്രയോഗവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പൗലോസിൻ്റെ ആത്മീക സഹോദരൻ കൊരിന്തിലുള്ള സഭയുടെയും സഹോദരനാകുന്നു. വേറൊരു സ്ഥലത്ത് വിശ്വാസത്തിൽ എൻ്റെ മകൻ എന്ന് തിമോത്തിയോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു.
കൊരിന്ത്യ സഭയ്ക്കുള്ള ഈ കത്തിൽ തിമോത്തിയോസിനെ തനിക്ക് ഒപ്പമായി പരിഗണിക്കുന്നു. തനിക്കൊപ്പമായി മറ്റുള്ളവരെ കാണുന്ന പൗലോസിൻ്റെ മനോഭാവം എനിക്ക് വളരെയേറെ പ്രോത്സാഹനം തരുന്നു. പലപ്പോഴും നമുക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലേ? എത്രയെല്ലാമായാലും മറ്റുള്ളവരെ ഒരല്പം താഴ്ത്തുന്നത് നമുക്കൊരു സന്തോഷമാണ്. എന്നേക്കാൾ ഇന്ന ആൾ അല്പം കുറഞ്ഞ വ്യക്തിയാകുന്നു എന്ന് ചിന്തിക്കുന്നത്. നാം ആളുകളുടെ ഒരു ലിസ്റ്റ് ഇടുമ്പോൾ മറ്റുള്ളവരുടെ പേരിൻ്റെ മുകളിൽ എൻ്റെ പേര് കണ്ടാൽ ആദ്യത്തെ പേര് എൻ്റേതാകുന്നുവെങ്കിൽ, അല്ല ഇന്നാരുടെ പേരിനേക്കാൾ മുൻപ് എൻ്റെ പേര് വന്നാൽ എനിക്കതൊരു സന്തോഷം നൽകുന്ന വിഷയമാണ്. എന്നാൽ നോക്കണം, പൗലോസ് സാറ്, തിമോത്തിയോസ് സാറ്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ സഹോദരൻ. തനിക്കൊപ്പമായി മറ്റുള്ളവരെ കാണുന്ന പൗലോസിൻ്റെ മനോഭാവം. കൊരിന്തിലെ ദൈവസഭയ്ക്കും എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. പലരും അവരുടെ സഭയെക്കുറിച്ച് പറയുന്നത് എൻ്റെ സഭ എന്നാണല്ലേ. എന്നിട്ട് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുന്നു. അവർ അതിനനുവദിക്കില്ല. ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ സമ്പാദിതമായ സഭ എന്നത് ഇവർ മറക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാം തീരെ വില കുറഞ്ഞ വിശ്വാസികളായി ഭാവിക്കരുത്. സഭ ദൈവത്തിൻ്റേതാണ്, നാം അതിലെ അംഗങ്ങളാണ്. പിന്നെ പറയുന്ന അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എന്ന്. ഈ ലേഖനം കൊരിന്തിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നില്ല. എല്ലാ വിശുദ്ധന്മാരിൽ കൂടെയും സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നു. അവർ സുവിശേഷത്തിൻ്റെ സത്യസാക്ഷികളായി ജീവിക്കുകയും ചെയ്യുന്നു. അഖായ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. ഒന്നാം തരം മുന്തിരിത്തോട്ടങ്ങൾ അവിടെ കാണാം, സുഗന്ധിയായ പുഷ്പങ്ങളും. കൊരിന്ത് പട്ടണത്തിൽ നിർവിചാരികളായി ഉറങ്ങുന്ന അന്നത്തെ ആ വിശ്വാസികളെ പൗലോസ് കാണുന്നു. സുവിശേഷം അവരുടെ മധ്യേ എത്തിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അന്ധത ബാധിച്ച അവരുടെ ആത്മാക്കളും പ്രകാശിതമായി. അവരുടെ പാപവഴികൾ വിട്ട് ഉണർന്ന് ജീവിക്കുന്ന ക്രിസ്തുവിങ്കിലേക്ക് അവർ തിരിഞ്ഞു. മാത്രമല്ല, ഉണർത്തപ്പെടാത്തവരുടെ മധ്യത്തിലേക്ക് അവർ കടന്നു എന്ന് സാക്ഷ്യം വഹിച്ചു. നോക്കണം, അനേകരെ ക്രിസ്തുവിനവർ ആദായപ്പെടുത്തി. ഇവരോടെല്ലാവരോടും പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ സംസാരിക്കുകയാണ്. അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ. എത്ര മനോഹരമായിരിക്കുന്നു ഇതില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളായിരിക്കുന്ന സഭയും താങ്കളുടെ അടുത്തുള്ള സഭകളും ദൈവത്തിൻ്റെതാണ് എന്ന് മറക്കരുത്. നാം പലപ്പോഴും സംഘടനയോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്താറുണ്ടല്ലേ? അത് തീർച്ചയായിട്ടും തെറ്റാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇനിയും രണ്ടാം വാക്യത്തിലേക്ക് നാം വന്നപ്പോൾ കണ്ടത്, ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ആശീർവാദ വചനം പൗലോസ് കൂടെ കൂടെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഒരു വിശ്വാസിക്ക് ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ സമ്മാനങ്ങളാണ് കൃപയും സമാധാനവും എന്നുള്ളത്. ഇനിയും ജീവിത പദ്ധതികളിൽ ദൈവിക ആശ്വാസം എന്ന വിഷയത്തിലേക്ക് നാം വരികയാണ്. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. വാഴ്ത്തപ്പെട്ടവൻ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നാം എത്ര കടമ്പട്ടവരാകുന്നു. ഇതുവരെ അവൻ നമ്മെ നടത്തിയ വിധങ്ങൾ ഓർമ്മിച്ചാൽ തന്നെ അവൻ എന്തുമാത്രം സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ സാധിക്കും. നാം പലതും ഓർക്കാറില്ല. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകൾ നാം അനുഭവിച്ചതാണല്ലേ. 34 സങ്കീർത്തനം 1 വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. വിശുദ്ധന്മാർ പിറുപിറുപ്പ് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ഈ വാക്യം അനുസ്മരിപ്പിക്കുന്നു. വീണ്ടും 50 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു.
നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ദൈവം നമ്മുടെ പിതാവാകുന്നു. തൃത്വത്തിലും അവൻ്റെ സ്ഥാനം അങ്ങനെ തന്നെ. അതെ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. ഏകജാതനായ പുത്രൻ എന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നു എങ്കിൽ നമുക്ക് കുട്ടികൾ ജനിക്കുന്നത് പോലെ ഒരു ജനനമായി അതിനെ കരുതരുത്. നിത്യനായ ദൈവത്തിൻ്റെ നിത്യനായ പുത്രൻ, അതാണ്. ഈ വാക്യത്തിൽ പൗലോസ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധിക്കൂ. മനസ്സലിവുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്ന ദൈവവും. ഇവിടെ ഞാൻ 3 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 സ്നേഹം, 2 കരുണ, 3 കൃപ. സ്നേഹത്തെപ്പറ്റി ഇന്ന് നാം ധാരാളം പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. ദൈവസ്നേഹത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വചനാനുസരണമല്ല. എന്നെ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ പറയാം, ദൈവം നമ്മെ വളരെ സ്നേഹിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുമില്ല. എന്നാൽ ഞാൻ പറയുന്നത് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവസ്നേഹത്താൽ എന്നതിലുപരി ദൈവത്തിൻ്റെ കൃപ എന്നുള്ളതാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹം കൊണ്ട് മാത്രം അല്ല അവൻ നമ്മെ രക്ഷിച്ചത്. സ്നേഹം അതിനകത്ത് ഒരു ഘടകമാണ്. എന്നാൽ പ്രധാന ഘടകം കൃപ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് കൃപ? അനർഹമായി ലഭിക്കുന്ന ഒരു അനുഗ്രഹം, ഒരു സൗജന്യം. നമ്മുടെ അർഹതയുടെയോ യോഗ്യതയുടെയോ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത് എന്നർത്ഥം. അതെ, അവൻ നമ്മെ രക്ഷിക്കുന്നത് അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്ക് യാതൊന്നും പുകഴുവാനായിട്ടില്ല. അതെ, താങ്കൾക്ക് ഇന്ന് വളരെയേറെ കൃപ ആവശ്യമാണല്ലേ. ഇനിയും 3-മതായി കരുണ. താങ്കൾക്കിന്ന് കരുണ ആവശ്യമാണോ? ദൈവം തൻ്റെ കരുണയാൽ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകനെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് മറ്റ് മാർഗങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ ചെയ്തത് തൻ്റെ കരുണയാൽ നമ്മെ രക്ഷിച്ചു. താങ്കൾക്ക് പണം ആവശ്യമായി വരുമ്പോൾ താങ്കൾ നേരെ ബാങ്കിലേക്ക് പോകുന്നു. കരുണ വേണോ? സർവാശ്വാസത്തിൻ്റെയും പിതാവായ ദൈവത്തെങ്കിലേക്ക് ചെല്ലുക. താങ്കളെ ആശ്വസിപ്പിക്കുവാൻ, താങ്കളോട് കരുണ കാണിക്കുവാൻ അവന് മാത്രമേ കഴിയൂ. ഇന്ന് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാകും, അവിടുത്തെ കരുണ എന്ന് കരുതണം. ഇതൊന്നും അനുഭവിക്കുവാൻ താങ്കൾക്കൊരു യോഗ്യതയുമില്ല എന്നത് വിസ്മരിക്കരുത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത് മുഴുവനും ദൈവത്തിൻ്റെ കരുണയാൽ തന്നെയാകുന്നു. ദൈവത്തെ അതോർത്ത് സ്തുതിക്കുവാൻ സാധിക്കും, ഹല്ലേലൂയ പാടുവാൻ സാധിക്കും. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്നതും അവൻ്റെ കരുണയാൽ തന്നെയാണ്. ഈ സ്ഥാനം വഹിപ്പാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. എന്നാൽ ദൈവം തൻ്റെ കരുണയാൽ എന്നെ ഇവിടെയാക്കി. എൻ്റെ ജീവിതത്തിലും കഷ്ടതയും വേദനയും ആവശ്യങ്ങളുമെല്ലാം ഉണ്ട്. എൻ്റെ ദൈവം കരുണാസമ്പന്നൻ ആയിരിക്കുന്നത് പോലെ അവൻ ആശ്വാസദായകനുമാണ്. ജീവിതത്തിൻ്റെ മാറ്റുരച്ചു നോക്കുന്ന ഉരകല്ലാണ് കഷ്ടത. വേദനയുടെ മധ്യത്തിൽ കണ്ണുനീർ താഴ്വരയിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് കണ്ണുനീർ തുടച്ച് ആശ്വാസം പകരുന്നവനാണ്. സർവാശ്വാസത്തിൻ്റെയും ദൈവം നമ്മുടെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ, അതെ, രോഗമായാലും വേർപാടായാലും വേറെ എന്ത് ദുഃഖമായിരുന്നാലും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. അവൻ നമ്മെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. ചില ആളുകൾ തെറ്റായ രീതിയിൽ ആശ്വാസം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയെന്നോ, ദീർഘശ്വാസത്തോടെ അവർ പറയും, ഇത് ദൈവം അറിഞ്ഞ് അവൻ്റെ അനുവാദത്തോടെ തന്നെ എനിക്ക് ഭവിച്ചുവെന്ന്. ഞാനത് സ്വീകരിക്കുന്നു, മനസ്സില്ലാ മനസ്സോട്. ഇത് ശരിയായ ആശ്വാസമല്ല. ദൈവത്തോട് താങ്കൾക്ക് പറയാനുള്ളത് നേരെ പറയാം, മറച്ചു വെക്കണ്ട. ഹൃദയത്തിലുള്ളതെല്ലാം അവനോട് പങ്കിടാം. ദൈവം അറിഞ്ഞും അനുവദിച്ചും മാത്രമാണ് എല്ലാം സംഭവിക്കുന്നത്. എന്നാൽ അതിൻ്റെ പിൻപിലെ ദൈവോദ്ദേശം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആശ്വാസത്തിന് വേണ്ടി പല മാർഗങ്ങൾ ആളുകൾ സ്വീകരിക്കാറുണ്ട്. മദ്യമുണ്ട്, ഇല്ലേ? ഈ മദ്യം താങ്കൾക്ക് ശാശ്വതമായ ആശ്വാസം തരുമോ? തീർച്ചയായും ഇല്ല. താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും അത് നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഇവിടെ അതിന് ദൈവം പറയുന്നത് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്നത്രേ. ഇവിടെ ആശ്വാസം എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് അത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദൻ എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. ഞാൻ നിങ്ങളെ ആശ്വാസമില്ലാത്തവരായി വിടുകയില്ല എന്നാണ് അവിടുത്തെ യഥാർത്ഥ തർജ്ജമ.
എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കർത്താവ് പറയുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും എന്നത്രേ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ആരാണ് ഈ കാര്യസ്ഥൻ അഥവാ ആശ്വാസപ്രദൻ? നമ്മുടെ സഹായി, നമ്മെ ശക്തീകരിക്കുന്നവൻ, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ, അതെ, നമ്മെ സഹായിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ, ഏകാന്തത മാറ്റുന്നവൻ, ദുഃഖത്തെ നീക്കി ഭയത്തെ ഇല്ലാതാക്കുന്നവൻ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സഹായമരുളുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദാവീദ് 30-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ. ആശ്വാസം ആവശ്യമുള്ള ആത്മാവിൻ്റെ കരച്ചിലാണിത്. ദൈവം സർവാശ്വാസത്തിൻ്റെയും ദൈവം തന്നെയാണ്. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ സകല കഷ്ടങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നത് അത്ഭുതകരം തന്നെയാണ്. അതെ, സൂര്യൻ പ്രകാശിക്കുമ്പോൾ നമ്മുടെ അനുകൂല കാലാവസ്ഥയിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, സൂര്യൻ പ്രകാശിക്കുമ്പോൾ നമ്മുടെ തോളിൽ തട്ടി ആശ്വാസം തരുന്നതല്ല, അത് വ്യത്യസ്തമായ ആശ്വാസം. അതെ, പിന്നെയോ പ്രതികൂല സാഹചര്യങ്ങളിൽ, കഷ്ടങ്ങളിൽ നമുക്ക് ആശ്വാസം തരുന്നതാണ് പ്രധാനം. പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ബഹുവിധങ്ങളായ കഷ്ടങ്ങളിൽ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ അവൻ കണ്ടുമുട്ടി. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമുക്ക് ആവശ്യമില്ലേ? നമ്മുടെ ഏകാന്തതയിൽ, നിരാശാവേളകളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ക്രിസ്തീയ ജീവിതം, അതെ, ക്രിസ്തീയത്വം അനേകർക്കും ഒരു തത്വസംഹിത മാത്രമാണ്, ഒരു സിദ്ധാന്തം, സൗകര്യപ്രദമായ പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു വസ്ത്രം. ആവശ്യം കഴിയുമ്പോൾ അഴിച്ചു മാറ്റുകയും ചെയ്യാം. അർത്ഥമില്ലാത്ത ആചാരങ്ങളും നിരർത്ഥകങ്ങളായ വാക്കുകളും ശൈലികളും, അതെ, അതാണ് അനേകർക്കും ക്രിസ്തീയ ജീവിതം. 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളും ദൈവത്തിൽ നിന്ന് ലഭിച്ച ആശ്വാസവും വിവരിച്ച് പ്രസ്താവിക്കുവാൻ താൻ താല്പര്യപ്പെടുന്നു. തുടർന്നുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കുക. 7 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരന്മാരെ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ ആശ വെച്ചുമിരിക്കുന്നു. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ കഷ്ടങ്ങളും രോഗങ്ങളും എല്ലാം എന്തിന് ദൈവം അനുവദിക്കുന്നു എന്നുള്ള കാര്യം. പൗലോസ് പറയുന്നു, മരണത്തിൻ്റെ വക്കോളം താൻ എത്തിയെന്ന്. ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞു കാണും, ഇനി അധികം നാളുകൾ ജീവിച്ചിരിക്കും എന്ന് തോന്നുന്നില്ല എന്ന്. ചിലർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എഫെസോസിൽ ജനക്കൂട്ടം തന്നെ ആക്രമിച്ച് ഒടുക്കുവാൻ ഒരുങ്ങിയ ആ സംഭവം തൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതാകുന്നു എന്ന്. ഒരുപക്ഷെ 2 അനുഭവങ്ങളും തൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ പൗലോസിൻ്റെ ധീരമായ പ്രഖ്യാപനം ശ്രദ്ധിക്കൂ. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യുമെന്ന്. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചു വരിക്കുന്നു. അതെ, അനുകരണീയമായ ഒരു നല്ല മാതൃക. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ, നാം കഷ്ടങ്ങൾ സഹിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. തക്കതായ ഒരു കാരണം ഇതിനുണ്ട്. അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശവും, വിശ്വാസികളുടെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും ഇത് അത്യാവശ്യമാണ്. കഷ്ടതയിലിരിക്കുന്ന മറ്റുള്ളവരെ നാം ആശ്വസിപ്പിക്കുവാൻ നാം കഷ്ടം സഹിച്ചേ മതിയാകും. നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് നാം മറക്കരുത്. അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി നാം വിനിയോഗിക്കുവാൻ ബാധ്യസ്ഥരാണ്. താങ്കളുടെ ആരോഗ്യം, പണം, താങ്കളുടെ കഴിവ്, വരം, ഇവയെല്ലാം മറ്റുള്ളവരുമായി പങ്കിടുവാൻ വേണ്ടി
ദൈവം തരുന്നതാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കൂ, താങ്കളുടെ കഷ്ടതയും ദൈവം അനുവദിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനായിട്ടാണ്. 11-ാം വാക്യത്തിൽ നാം കാണുന്ന, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കു വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. ഇത് നാമും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനേകർ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് കൊരിന്തിലെ വിശ്വാസികളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്കും സഹവിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെടാവുന്നതാണ്. നമുക്കുള്ള കഷ്ടങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നതാകണം. കഷ്ടങ്ങളിൽ മാത്രം നോക്കിയിരുന്ന് നാം നിരാശപ്പെടാതെ അതിലൂടെ പഠിക്കുവാൻ സാധിക്കുന്ന പാഠങ്ങൾ ദൈവമേ എന്നെ പഠിപ്പിക്കണേ എന്നുകൂടി നാം പ്രാർത്ഥിക്കണം. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം തീർച്ചയായും നിങ്ങളെ കൂടുതൽ ശക്തീകരിക്കുന്നതാകും, കൂടുതൽ ബലപ്പെടുത്തുന്നതാകും. ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.